blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹായിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, മസ്കറ്റിൽ നിന്നുള്ള അജി വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകണമേ. മാത്രമല്ല, ജോലിയിലെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. സകല അനുഗ്രഹങ്ങളാൽ, ഉള്ളിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളാൽ കർത്താവെ തന്നെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ നവംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ നവംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയം, ഇടക്കര, നിലമ്പൂർ, മലപ്പുറം. About triumphal procession with the Lord Jesus Christ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള ജയോത്സവത്തെക്കുറിച്ചാണ്. Many of you think that you are a failure. നിങ്ങൾ ഒത്തിരി പേരും ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു പരാജയമാണെന്നാണ്. But I am here to tell you that in Jesus Christ you are not a failure, you are a success. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ഒരു പരാജിതനല്ല, പരാജയമല്ല, മറിച്ച് നിങ്ങൾ ഒരു ജയാളിയാണ്. Hallelujah. Hallelujah. That's what this verse tells us. അതാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. Because Christ is having a triumphal procession. കാരണം ക്രിസ്തുവിന് ഒരു ജയോത്സവമുണ്ട്. And when we read Colossians chapter number 2, നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ, നമ്മുടെ ബൈബിളുകൾ നമുക്ക് അങ്ങോട്ട് തുറക്കാം. Colossians chapter 2 verse number 13 onwards. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. And Paul is elaborating this idea there. ഇവിടെ പൗലോസ് ഈ ഒരു ആശയത്തെ അവിടെ വിശദീകരിക്കുകയാണ്. When you were dead in your sins and in the uncircumcision of your flesh, God made you alive with Christ. He forgave us all our sins. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. How many of you know that we are all called sinners? നമ്മൾ എല്ലാവരും പാപികൾ എന്ന് വിളിക്കപ്പെടുന്നവരാണ് എന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Because the Bible says all have sinned and have come short of the glory of God. കാരണം ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. Once I was speaking to a mother. ഒരിക്കൽ ഞാൻ ഒരു അമ്മയോട് സംസാരിക്കുന്ന സമയത്ത്, she said, I have not done any sin. അവൾ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല. But mom, haven't you lied any time in your life? അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു നുണ പറയേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? Haven't you committed any sin in your life? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപമെങ്കിലും നിങ്ങൾ ചെയ്തിട്ടില്ലേ? She said, that is human. അവൾ പറഞ്ഞു, അതൊക്കെ മനുഷ്യ സഹജമാണ്. We cannot call it sin, it is only mistakes. അതിനെ ഒന്നും നമ്മൾ പാപം എന്ന് വിളിക്കരുത്, അതിനെയൊക്കെ ചില അബദ്ധം എന്ന് വിളിച്ചാൽ മതി. But in the eyes of God, every mistake, every fault, every shortcoming is a sin. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മുടെ ഓരോ അബദ്ധങ്ങളും, നമുക്ക് പിണഞ്ഞിരിക്കുന്ന ഓരോ അബദ്ധങ്ങളും, ഓരോ ബലഹീനതകളും അത് ദൈവ കണ്ണിൽ പാപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The first man in the Garden of Eden till this day, the newborn, the newest born in any hospital, all are called sinners. ഓർക്കുക, ആദ്യ മനുഷ്യനായിട്ടുള്ള ആദാം മുതൽ ഇന്ന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പിറന്നു വീണ ഓരോ ശിശുവരെയും ദൈവത്തിന്റെ കണ്ണിൽ വിളിക്കപ്പെടുന്നത് പാപി എന്ന പേരിലാണ്. Sin is not just a deed that we commit, a wrong deed that we commit. Sin is a nature. ഓർക്കുക, പാപം എന്നുള്ളത് തെറ്റായ ഒരു പ്രവൃത്തി നാം ചെയ്തതിനെ മാത്രമല്ല, പാപം അതൊരു പ്രകൃതമാണ്, ഒരു സ്വഭാവമാണ്. How many of you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? We are born into this world
in that nature. ഓർക്കുക, ആ പ്രകൃതത്താൽ, ആ സ്വഭാവത്താലാണ് ഈ ഭൂമിയിൽ നാം പിറന്നു വീണിരിക്കുന്നത്. Now, this example I always say, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഉദാഹരണം ഇതാണ്. many people, they want to reverse that sinful nature. ഒത്തിരി ആളുകളും തങ്ങളുടെ പാപ സ്വഭാവത്തെ തിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ They ആഗ്രഹിക്കുന്നു, want to come out of the sinful nature. ആ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. For that they do good things, many comparatively very good things. അതിനു വേണ്ടിയിട്ട് അവർ ഒത്തിരി നല്ല പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ഒക്കെ അവർ ചെയ്യുകയാണ്. Many philanthropic or charitable works. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികളൊക്കെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുകയാണ്. You cannot have the remedy for the already committed sins with our good deeds. ഓർക്കുക, നാം ചെയ്ത പാപപ്രവർത്തികൾക്ക് മറ്റൊരു പ്രവൃത്തി കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ സാധ്യമേ അല്ല. It is like washing a piece of coal with a very good soap. അത് ഒരു നല്ല ഒരു കൽക്കരിയെ കുറച്ച് സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കുന്നതിന് തുല്യമാണ്. Have you ever done that? നിങ്ങൾ ആരെങ്കിലും അത് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? You want to whiten the piece of coal. നിങ്ങൾക്ക് ഒരു കൽക്കരിയെ വെളുപ്പിക്കണം. And you are using the most powerful detergent powder or liquid soap. ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സോപ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ അത് കഴുകുകയാണ്. But how hard you wash it, it will be black in color. എത്ര നമ്മൾ അത് കഴുകിയാലും അതിന്റെ കറുപ്പ് പോയാലും ആ കൽക്കരി കഷ്ണം കറുത്ത് തന്നെ ഇരിക്കും. But there is a remedy to change that color. എന്നാൽ ഈ കൽക്കരി കഷ്ണത്തിന്റെ കറുപ്പ് നിറം മാറ്റുവാൻ ഒരു പരിഹാരമുണ്ട്. How many of you can suggest that? നിങ്ങൾക്ക് ആർക്കത് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും? Just put the coal in fire. ആ കൽക്കരിയെ ഒരു തീക്കകത്തേക്ക് ഇട്ടാൽ മാത്രം മതി. The moment it reaches in the flames, it will start glowing like red. ആ തീക്കകത്തേക്ക് വീഴുന്ന നിമിഷം തന്നെ കൽക്കരിയുടെ കറുത്ത നിറം മാറി അത് തിളങ്ങുന്ന വെണ്മയുള്ള ഒരു വെളിച്ചം പോലെ അത് പ്രകാശിക്കാൻ തുടങ്ങും. All the human endeavors, efforts to change the color, sinful nature in us is just like washing a piece of coal with soap water. അതുകൊണ്ട് മനുഷ്യൻ ചെയ്തിട്ടുള്ള പാപപ്രവൃത്തികളെ കഴുകുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലെ ഒരു കൽക്കരി കഷ്ണത്തെ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുന്നതിന് തുല്യമാണ്. But if you give that nature to the Lord Jesus Christ, എന്നാൽ ആ പാപ സ്വഭാവത്തെ യേശുവിന്റെ കയ്യിലേക്ക് നിങ്ങളൊന്ന് കൊടുക്കാൻ ശ്രമിച്ചാൽ, He will send His Holy Spirit's fire into your spirit, and from that moment the sinful nature will leave you and you'll be glowing in holiness. അവൻ സ്വർഗത്തിലെ യേശു കർത്താവ് അവന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലിലേക്ക് പകർന്നു കഴിയുമ്പോൾ നമ്മുടെ കൽക്കരി സ്വഭാവങ്ങളെല്ലാം മാറി തിളങ്ങുന്ന മഹത്വകരമായ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന് നമ്മെ മാറ്റിയെടുക്കാൻ സാധിക്കും. Hallelujah. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? That's what the Lord did in Acts chapter 2. അതാണ് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്തത്. The disciples of Jesus, Mother Mary, and so many others, around 120 people were gathered in that upper room. Suddenly, the Holy Spirit came. അവിടെ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ അമ്മ മറിയം തുടങ്ങി 120 പേരടങ്ങുന്ന ഒരു സംഘം മാളിക മുറിയിൽ കൂടിയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നു. The Holy Spirit came as tongues of fire. അവിടെ God says. നാം കാണുന്നു പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. Hallelujah. ഹല്ലേലൂയ. Some time ago, a few youths approached me. ചില നാളുകൾക്ക് മുമ്പ് കുറച്ച് യുവതി യുവാക്കൾ എന്നെ സമീപിച്ചു. They asked me a question. അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു. Brother, I am ready to believe in Jesus. ഞാൻ കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. The problem is, after believing in Jesus, can we have any fun? യേശു കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നല്ല രസകരമായ ഒരു ജീവിതം ഉണ്ടാകുമോ? അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുമോ? Many youths have this doubt in their hearts. ഒത്തിരി യൗവനക്കാരുടെ ഹൃദയത്തിലുമുള്ള ഒരു സംശയമാണിത്. See, if we believe in Jesus, we lose all happiness and all joy
And we have to be very stiff. We have to be very godly and holy. Cannot laugh. യേശു കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രസകരമായിട്ടുള്ള നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് നഷ്ടമാകും. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ ഒറ്റപ്പെട്ട് മാറി, വേർപാട് അങ്ങനെ പറഞ്ഞ് എല്ലാത്തിൽ നിന്നും മാറി വളരെ ദുഃഖഭാവത്തോടെ വിഷാദഭാവത്തോടെ ഒക്കെ ജീവിക്കേണ്ടി വരുമെന്നൊക്കെയാണ് യൗവനക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. That is wrong. അത് തെറ്റാണ്. Many people think that when we start praying, our face should be serious. ചില ആളുകൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേനും മുഖമൊക്കെ അങ്ങ് ഗൗരവം പിടിക്കണമെന്നാണ്. I don't do that. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. I usually smile. ഞാൻ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ ചിരിക്കുകയാണ്. Why should we have a long face when we come to the Lord? ദൈവത്തിന്റെ മുൻപാകെ ചെല്ലുമ്പോൾ എന്തിനാ ഈ മുഖം വീർപ്പിച്ചുകൊണ്ട് ചെല്ലുന്നേ? Suppose a guest is coming into your house. നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നു എന്ന് കരുതുക. If the guest is coming with an angry face like this, what will you feel? ഒരു അതിഥി നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു ദേഷ്യ മുഖഭാവത്തോടെ നിന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? We should learn to smile in the presence of God. ദൈവസന്നിധിയിൽ ചിരിക്കുവാനായിട്ട് നമ്മൾ ശീലിക്കണം. Because the Bible says there is joy in the Father's house. കാരണം ബൈബിൾ പറയുന്നു പിതാവിന്റെ ഭവനത്തിൽ സന്തോഷമുണ്ട്. Joy is a fruit of the Holy Spirit. എന്ന് മാത്രമല്ല സന്തോഷം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നുമാണ്. So many youths think that if they believe in the Lord, I know some of them are sitting here, that's why the Holy Spirit is making me say this. They think that the moment you believe in the Lord Jesus, you lose everything. ഒത്തിരി യൗവനക്കാരെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം അങ്ങനെ ചിന്തിക്കുന്ന യൗവനക്കാർ ഇതിന്റെ നടുവിലുള്ളത് കൊണ്ടാണ് കർത്താവ് ഇതിനോട് കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് കർത്താവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് രസകരമായ ജീവിതം ഉണ്ടാകുകയില്ലെന്നാണ്. And they think that it is better to believe in the Lord after you are 60. അവർ ചിന്തിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കാനൊക്കെ ഒരു കൊള്ളാവുന്ന പ്രായം എന്ന് പറയുന്നത് ഒരു 60 വയസ്സൊക്കെയാണ്. Because by that time you will have enjoyed everything in life. After retirement, now it is a time to call God. അതിനുള്ളിലുള്ള സമയം വരെ ഈ ലോകത്തിലെ സകല കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം. അങ്ങനെ റിട്ടയർമെന്റിന് ശേഷം കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ജീവിക്കാം. Remember one thing, you will of course lose many things when you believe in Jesus. ഓർക്കുക, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, അതിൽ മാറ്റം തന്നെയില്ല. What you are going to lose is number one, your sins. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ? ഒന്നാമത് നിങ്ങളുടെ പാപങ്ങൾ. You will lose your bad habits. നിങ്ങളുടെ ദുശീലങ്ങൾ. You will lose your depression. നിങ്ങളുടെ നിരാശകൾ നിങ്ങൾക്ക് നഷ്ടമാകും. Maybe you will lose all your sicknesses. നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. You will lose your poverty. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങൾക്ക് നഷ്ടമാകും. I am very serious. ഞാൻ വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത്. All the negative stuff in your life, നിങ്ങളുടെ ജീവിതത്തിൽ you will lose when you look to Jesus. യേശുവിനെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത തെറ്റായ നിങ്ങൾക്ക് നല്ലതല്ലാത്ത സകല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും. All the burdens will be taken away. എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. But when Jesus comes to your life, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ you will receive salvation, നിങ്ങൾക്ക് രക്ഷ കിട്ടും, eternal life, നിത്യജീവൻ കിട്ടും, Holy Spirit, പരിശുദ്ധാത്മാവിനെ കിട്ടും, fruit of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, gifts of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, joy, സന്തോഷം, healing, രോഗസൗഖ്യം, holiness. പരിശുദ്ധി, Have a direction in your life. വ്യക്തമായ ദിശാബോധം, You will understand the meaning of life. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ അർത്ഥം. I received Jesus when I was 16, not 60. ഞാൻ യേശുവിനെ 60 വയസ്സിലല്ല, എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടവനാണ്. I lost all the negative stuff. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് വേണ്ടാത്ത പലതും എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. But I gained everything the world cannot give me. ഇനി ഈ ലോകത്തിന് തരാൻ സാധിക്കാത്ത പലതും എനിക്ക് നേടിയെടുക്കാനും സാധിച്ചു. Some of you sitting here, the Holy Spirit tells me, ഇവിടെ ഇരിക്കുന്ന ചില ആളുകളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, you have never enjoyed the right kind of peace. നിങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനത്തെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. John chapter 14, Jesus said, peace I am leaving with you. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. The world cannot give it.
ഈ ലോകത്തിനത് തരാൻ സാധ്യമല്ല. The world cannot take it. ഈ ലോകത്തിനത് എടുത്തു മാറ്റുവാനും സാധ്യമല്ല. Lift up your right hand and shout a big hallelujah to the King of Kings and Lord of Lords. ഈ സമയത്ത് നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് രാജാതി രാജാവായിട്ടുള്ള കർത്താവായിട്ടുള്ള യേശു കർത്താവിന് ഉറക്കിയൊരു ഹല്ലേലൂയ പറയാമോ? ശബ്ദമുയർത്തി. Jesus came into this world in search of sinners. ഓർക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പാപികളെ തേടിയാണ്. Not for righteous people. ഒരിക്കലും നീതിമാന്മാരെ Not അന്വേഷിച്ചിട്ടല്ല, for holy people. ശുദ്ധന്മാരെ അന്വേഷിച്ചിട്ടല്ല. If you are a sinner, you are the right candidate for the help of a savior. ഓർക്കുക, നിങ്ങൾ ഒരു പാപിയാണെങ്കിൽ ഒരു രക്ഷകന്റെ സഹായം ആവശ്യമുള്ള ഒരു യഥാർത്ഥ വ്യക്തി നിങ്ങൾ തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. Any sinner can run to Jesus and tell him, Lord, I'm a sinner, save me. അതുകൊണ്ട് ഏതൊരു പാപിക്കും യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന്, യേശുവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് ധൈര്യസമേതം പറയാൻ സാധിക്കും. Sick man needs a doctor. ഓർക്കുക, ഒരു രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. A sinner needs a savior. അതങ്ങനെയെങ്കിൽ ഒരു പാപിക്ക് ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട്. Simple logic. ഒരു സാധാരണ ലോജിക്കാണിത്. When you think that you are a sinner, you cannot run away from Jesus. അതുകൊണ്ട് നിങ്ങൾ ഒരു പാപിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും ഓടിപ്പോകരുത്. That is the time you have to press towards Jesus. പകരം യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങളെ തന്നെ ഉന്തി തള്ളി മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. Shout one more Baroda hallelujah. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു ബറോഡ ഹല്ലേലൂയ പറയാമോ? ഈ മോൻ്റെ പേര് ജോയൽ എന്നാണ്. എൻ്റെ റിലേറ്റീവിൻ്റെ കുഞ്ഞാണ്. ഓക്കെ. മോന് 6 വയസ്സ് മുതൽ തനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 6 വയസ്സ് മുതൽ ഇപ്പോൾ 9 വയസ്സുണ്ട്. 3 വർഷത്തോളം 2 വർഷത്തോളം തനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. തനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം വന്നാൽ പഠിക്കാൻ പറ്റൂല, ബുക്ക് തുറന്ന് വായിക്കാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റൂല. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇരുട്ടി തന്നെ ഇരിക്കേണ്ടി വരും മുറിക്കകത്ത്. ഈ പറയുന്നത് ശരിയാണ്. മോന് എന്തായിരുന്നു, തലവേദനയായിരുന്നു? എങ്ങനെയായിരുന്നു തലവേദന വന്നുകൊണ്ടിരുന്നേ? വായിക്കാനൊന്നും പറ്റില്ല. പിന്നെ പുറത്തു പോകാനും പറ്റില്ല. പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ ഇരുട്ടിലിരിക്കണമെന്നൊക്കെ പറഞ്ഞു. വെളിച്ചം കാണാൻ പറ്റില്ലേ? വെളിച്ചം കണ്ടാൽ എന്തോ പോലെയോ? ഓക്കെ. ഒത്തിരി മരുന്നുകൾ താൻ വർഷങ്ങളായിട്ട് കുഞ്ഞ് കഴിക്കുക. സാധാരണ കുറച്ച് പ്രായമുള്ളവർക്ക് മൈഗ്രെയിൻ ഒക്കെ വരുന്നത്. മരുന്നുകൾ കഴിച്ചിരുന്നു. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തത് 2015 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കോഴിക്കോട് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ മകൻ പങ്കെടുത്തു. മോൻ ആരെ കൂടിയാ വന്നേ? ആൻറ്റീൻ്റെ ഒപ്പം അമ്മേൻ്റെ ഒപ്പം. ആൻറ്റി അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഈ ആൻറ്റിയാണോ? ഈ ആൻറ്റി ഉണ്ടായിരുന്നു, അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. കോഴിക്കോട് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തു. അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഡാമീൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പറയുന്നത് അതിനുശേഷം ഇതുവരെ ആ മൈഗ്രെയിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. അന്ന് തന്നെ സൗഖ്യം കിട്ടി. ഇതുവരെ ആ വേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ തനിക്ക് വന്നിട്ടില്ല. താൻ പൂർണ്ണമായി സൗഖ്യമായി എന്നാണ് പറയുന്നത്. മുതിർന്ന ഒരാളോട് ചോദിക്കാം. ആൻറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഈ 2 വർഷം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ശരിയാണ്? ശരിയാണ്. ഈ മൈഗ്രെയിൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ആരെങ്കിലും കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു. ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇത് മൈഗ്രെയിൻ ആണ് പറഞ്ഞു. ഓക്കെ. കോഴിക്കോട് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ കുഞ്ഞിനുണ്ടായ വ്യത്യാസം എന്താണ് മനസ്സിലായിട്ടുള്ളത്? പിന്നെ ഒരു കുഴപ്പമില്ല. അതിനുശേഷം വന്നിട്ടില്ല. എത്ര നാൾ മുമ്പാണ് ഈ പ്രാർത്ഥന നടന്നത്? ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ 2015 ഓഗസ്റ്റ് 1. 1 വർഷത്തിലധികമായി. അതിനുശേഷം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് അവിടെ പോയി എന്തായാലും സൗഖ്യം വരും. കുഞ്ഞിൻ്റെ അമ്മ ഇന്ന് വന്നിട്ടില്ല. ഓക്കെ. എന്തായാലും സൗഖ്യം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അതവർ വിശ്വസിച്ചു. പിന്നെ അവൻ സ്ഥിരമായിട്ട് ബ്ലെസ്സിങ് ടുഡേ കാണുന്നുണ്ട്. ഈ മോൻ കാണാറുണ്ടോ? ബ്ലെസ്സിങ് ടുഡേ ഇഷ്ടമാണോ? എന്തോരം ഇഷ്ടമാണ്? എത്രയാ? ഇത്രയും? അതിലും കൂടുതൽ? കുറേ ഇഷ്ടം. നമുക്കൊരു ബാലൻ്റെ അവസ്ഥ, ഇരുട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരിക, പഠിക്കാൻ പറ്റുന്നില്ല, വെളിച്ചം കാണാൻ പറ്റുന്നില്ല. എന്നാൽ വന്ന
അന്ന് തന്നെ കർത്താവ് സൗഖ്യം കൊടുത്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സൗഖ്യം കിട്ടിയത്. ഇതുവരെ നമ്മൾ സാധാരണ പറയും, അവൻ പോയ വഴി പിന്നെ പുല്ല് മുളച്ചിട്ടില്ല. ആ മൈഗ്രെയിൻ പോയ വഴിക്ക് പോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. കൈയടിക്കുവാണെങ്കിൽ നന്നായിട്ടങ്ങ് അടിക്കുക യേശുവിനെ. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. ജോയലേ, മോനെ, ആ നടുക്കൊരു ക്യാമറ ഉണ്ടോ, അതിലോട്ട് കൈ നീട്ടി പിടിച്ചോ കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിച്ചോ, ഈ ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. ജോയലിനെ സൗഖ്യമാക്കി യേശു ആരെയും സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്. കർത്താവ്, ഈ ജോയലിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ മൈഗ്രെയിൻ സൗഖ്യമാക്കിയ കർത്താവ് ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിൽ വെച്ച് ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഇത് പല മാധ്യമങ്ങളിലൂടെ കാണുന്ന വ്യക്തികളിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. കർത്താവ് അത് ചെയ്തതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബുഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കുമായി വിളിക്കുക 0557415 618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ നവംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ നവംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയം, ഇടക്കര, നിലമ്പൂർ, മലപ്പുറം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. അത് വൈകിയാലും വരും. ദൈവത്തിനായി പ്രത്യാശിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അവർക്കായി വെളിപ്പെടും. കർത്താവെ, രോഗികളെ അങ്ങിപ്പോൾ സൗഖ്യമാക്കണമേ. വളരെ സ്പഷ്ടമായി കർത്താവിനെ കാണിക്കുന്ന ഒന്ന്, കഴുത്തിന് പ്രയാസമുള്ള ചില വ്യക്തികൾ, കഴുത്തിന് എന്തോ തേയ്മാനമൊക്കെ ഉണ്ടായിട്ട്, ചിലരാണെങ്കിൽ അവിടെ കോളർ ധരിക്കുന്നു, ചില കോളർ ധരിക്കുന്നില്ല, പക്ഷേ അവിടെ നീരും കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ കണ്ണിൽ എന്തൊക്കെയോ ഭയങ്കരമായി മിന്നുന്നത് പോലെയൊക്കെയുള്ള ഭയങ്കരമായ പ്രയാസങ്ങൾ, വേദന, അതുപോലെ ഷോൾഡറിലൂടെ കൈയിലൂടെയൊക്കെയുള്ള വേദനകൾ. യേശുവിൻ്റെ നാമത്തിൽ ഈ അവസ്ഥകളിൽ ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. നട്ടലിന് തകരാറ് സംഭവിച്ച് കിടക്കയിൽ തന്നെ ആയിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ക്യാൻസർ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ വെരിക്കോസ് വെയിൻ എന്ന രോഗം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് നിൽക്കട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. ട്യൂമറുകൾ മാറട്ടെ. സിസ്റ്റുകൾ മാറട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സ്വതന്ത്രമാക്കിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സമ്പൂർണ്ണമായ വിടുതലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ അസ്ഥികളിലുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ.
ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. രോഗം എന്താണെങ്കിലും സ്ക്രീനിലേക്ക് ഈ സമയത്ത് കൈകൾ നീട്ടാം. വിശ്വാസത്തോടെ കൈനീട്ടുന്ന എല്ലാവരെയും കർത്താവേ അങ്ങ് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഏത് വിഷയത്തിലാണെങ്കിൽ ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. തൃശ്ശൂരും നാളെ നിലമ്പൂരിലുമാണ്. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷുമാരി, വിനേഴ്സ് ഫാക്ടറി, ദൈവപ്രസാദം, ദെൻ ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. ഇതിൻ്റെ പലതും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ദയവായി അതിൻ്റെ കോപ്പികൾ കരസ്ഥമാക്കി ജീവിതത്തിലൊരു വലിയ ചേഞ്ച് ഉണ്ടാകട്ടെ. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകൾ നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച നമുക്ക് കാണാം. ബ്ലെസ്സിങ് ടുഡേയിലൂടെ തിങ്കളാഴ്ച നമുക്ക് കാണാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇന്നും നാളെയും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.